പണികളൊക്കെ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇന്ന് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. കുറച്ച് ബിരിയാണി ഉണ്ട്, പിന്നെ കുറച്ച് ബീഫ് കറിയുണ്ട്, പായസം, പിന്നെ പൊറോട്ടൻ്റെ മാവ് ഞാൻ 4 എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് ഇനി പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഇന്ന് പണികൾ കഴിഞ്ഞപ്പോൾ തന്നെ 1 മണി 1:30 ആയിട്ടുണ്ട് കേട്ടോ. ഇനിയും കഴിഞ്ഞു എന്ന് പറയാനായിട്ടില്ല കേട്ടോ. തുണികളൊക്കെ അലക്കി വെച്ചിട്ടുള്ളൂ, മേലെ കൊണ്ടുപോയിട്ടിട്ടൊന്നുമില്ല. ഇനിയും മെഷീനിലും കുറേ ഇരിക്കുന്നുണ്ട് കേട്ടോ തുണികൾ. ഇളയിച്ചിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവർ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി തന്നിട്ട് പിന്നെ പോയിട്ടോ. ബാക്കിയുള്ള പണികളൊക്കെ ഞാൻ കുറേശ്ശെ എടുത്ത് അകം തുടക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി വൈകുന്നേരത്തേക്കൊന്നും ഉണ്ടാക്കാനില്ലാത്തതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല കേട്ടോ. എന്നാലും നമ്മൾ നോമ്പിനെടുത്ത പണികളൊക്കെ വീണ്ടും എടുക്കേണ്ടി വന്നു കേട്ടോ. പാത്രങ്ങൾ ഇത് പിന്നെ ഞാൻ എടുത്ത് കഴുകിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്നലെ എടുത്ത് കഴുകി ഉപയോഗിച്ച് ഇനി ഒക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ ഉണക്കിയിട്ട് ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. അതൊക്കെ ഒരു പണിയാണ് കേട്ടോ. ബാക്കിയുള്ള പണികളും കുറേയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. എൻ്റെ മോളും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആകെ സൈലൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. വീട്ടിലും മോനുണ്ടെങ്കിലൊക്കെ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നല്ല സൈലൻ്റായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. 10-12 ദിവസമായിട്ടുണ്ടായിരുന്നു വന്നിട്ട്. അപ്പം നോമ്പ് തുറ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയതാണ്. അപ്പം ഇന്നലെ നോമ്പ് തുറ കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെയാണ് പോയത് കേട്ടോ. അപ്പം നമുക്ക് ഒരു നൈറ്റി തയ്ക്കാൻ കൊടുത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ ദർശാലെന്ന്. അപ്പോൾ അത് ഇന്നിപ്പോൾ ടൈം ഉണ്ടാവുമോയെന്നറിയില്ല, എങ്കിലും തയ്ക്കണം. നാളെ മൂപ്പര് പോവുകയാണെങ്കിൽ കൊടുത്തു വിടാനും. അപ്പോൾ ഇനി അത് തയ്ക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇനി തുണി അലക്കി മേലെ കൊണ്ടുവരണം. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് ക്ഷീണമായപ്പോൾ ഞാനിവിടെ ഒന്ന് കടന്നതാണ് കേട്ടോ. അപ്പോഴാണ് ഒന്ന് ഒരു വീഡിയോ ഇടും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ വന്നതാണ് കേട്ടോ. അപ്പം ഞാനവിടെ കിടന്ന തക്കം കൊണ്ട് കേട്ടോ നമ്മൾ അടുക്കളയിൽ കയറി കബോർഡിൻ്റെ ഉള്ളിൽ വീട്ടിൽ നിന്ന് പപ്പാളി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒരെണ്ണം കുരങ്ങെടുത്തിട്ടുണ്ട് ഓടണം. അപ്പോൾ മോള് എന്താണെന്ന് വെച്ചാൽ കുരങ്ങ് ഉള്ളിൽ കയറിക്കണമെന്ന് പറഞ്ഞ് ഞാനങ്ങോട്ട് ഓടി ചെന്നതും കുരങ്ങ് പപ്പാളി അവിടെ കേട്ടോ. പിന്നെ ഞാൻ അതൊന്ന് വീഡിയോ എടുക്കാമെന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കുരങ്ങ് നമ്മളെ മേത്തേക്ക് ചാടുകയാണ്. അപ്പോൾ പിന്നെ അപ്പോൾ എന്തായാലും പപ്പാളി എടുത്തിട്ടേ പോകുള്ളൂ വെച്ചിട്ട് കുരങ്ങ് കുറേ നേരം അവിടെ നിന്നിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതാണ്ടപ്പോൾ കുരങ്ങ് ഓടി. പിന്നെ ഞാൻ അതിറ്റങ്ങൾക്ക് തന്നെ മേലൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. തിന്ന് പോട്ടെ എന്നിട്ട് പഴുക്കാൻ വേണ്ടി വെച്ചതാണ്. വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് വെട്ടി ഞാൻ ഫ്രിഡ്ജിലും വെച്ചിരുന്നു. അപ്പോൾ പിന്നെ അടുക്കളയിൽ കയറിയിട്ടൊരു മിച്ചറും ചിപ്സൊക്കെ ഇട്ടച്ചിൻ്റെ ഒരു കവറുണ്ടായിരുന്നു, അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഞാൻ മേലേക്ക് കാട്ടിക്കണ്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ അവിടെ ഇന്ന് നിറയെ കുരങ്ങ് വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ കുട്ടികളും വലിയ കുരങ്ങൊക്കെ ആയിട്ട് നിറയെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല പപ്പാളിയായിരുന്നു. അപ്പോൾ അത് ഇനി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അങ്ങനെ കുരങ്ങിന് ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇന്നലെ പിന്നെ പഴംപൊടിക്ക് മാവ് കുഴച്ചതിൽ കുറച്ച് ബാലൻസ് വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ അത് 2 പഴം എടുത്തിട്ട് പൊരിക്കാൻ വെച്ചിട്ടോ. അപ്പോൾ ഇപ്പോഴൊക്കെ ആണല്ലോ അല്ലേ നമുക്ക് വൈകുന്നേരത്തേക്ക് നോമ്പ് തുറ സമയത്ത് പഴംപൊരി എല്ലാ എണ്ണപ്പലഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആദ്യത്തെ കാലത്തൊക്കെ പിന്നെ ഒരു പത്തിരി ഇറച്ചിക്കറി പായസം ഉണ്ടാക്കിയെങ്കിൽ ഉണ്ട് കേട്ടോ. അങ്ങനത്തെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. അന്നാണെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാനും നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരുന്നല്ലോ. ഭക്ഷണം പത്തിരി ഇറച്ചിക്കറി അങ്ങനത്തെ എന്തുണ്ടാക്കിയാലും നമ്മൾ നല്ലോണം കഴിക്കുമല്ലോ. ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കുക എന്നല്ലാണ്ട് ഇപ്പോൾ എണ്ണപ്പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് നോമ്പ് തുറ സമയത്ത് നമ്മൾ അതാണല്ലോ അധികം കഴിക്കുന്നത്. പിന്നെ അത് മറ്റേത് കഴിക്കാനുള്ളൊരു ഇതൊന്നും ഉണ്ടാവില്ല. വയറ് നിറഞ്ഞിട്ടും വയറ് കാലിയായി കിടക്കുന്ന ടൈമിൽ നമ്മൾ ഇങ്ങനത്തെയൊക്കെ തിന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിനോടൊരു ഇതുണ്ടാവില്ലല്ലോ. അപ്പോൾ അന്ന് കാലത്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കാനും കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ചില വീട്ടുകളിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഞങ്ങളെ കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ ചെറുതായിട്ടൊക്കെ അങ്ങനെ എന്നല്ലാണ്ട് ഈ എണ്ണപ്പലഹാരത്തിൻ്റെതൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വന്നത്. പിന്നെ ഇപ്പോൾ എണ്ണപ്പലഹാരം ഇല്ലാതെ നോമ്പ് തുറ അങ്ങോട്ട് പൂർണ്ണമാവില്ല കേട്ടോ. അങ്ങനത്തെ ഒരവസ്ഥയിലെത്തിക്കണം. ഒഴിവാക്കാമെന്ന് വെച്ചാലും പിന്നെ കുഞ്ഞു മക്കളാണെങ്കിലും അവരിപ്പോൾ വളർന്നു വരുമ്പോഴേ കാണുന്നത് ഇപ്പോൾ ഈ പലഹാരം
നോമ്പ് തുറക്ക് വെറൈറ്റി വെറൈറ്റി ഐറ്റങ്ങളല്ലേ കണ്ടുവരുന്നത് അവർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചാലും മക്കൾക്ക് വേണം കേട്ടോ. ഒരു ദിവസം ഉണ്ടാക്കിയില്ല ഇന്ന് ഉണ്ടാക്കിയിട്ടില്ലേന്ന് ചോദിക്കും അവർ കേട്ടോ. അപ്പോൾ പഴംപൊരിക്ക് മാവ് പിന്നെ ഉമ്മയാണ് കേട്ടോ കുഴച്ച് വെച്ചത്. നല്ല മാവ് പൊന്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാവ് നല്ല ബാലൻസ് വന്നപ്പോൾ ഞാൻ എടുത്ത് വെച്ചതാണ്. 2 പഴം എടുത്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു പഴത്തിനുള്ള മാവേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഒരു പഴം എടുത്തുകൊണ്ട് പൊരിക്കാനായിട്ട്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണം എനിക്കൊക്കെ ഓർമ്മ ഉണ്ടാകുമ്പോൾ എൻ്റെ മാമൻ്റെ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ഞങ്ങൾ ചെറിയ കുട്ടികളാണ്. അപ്പോൾ ഒരു പ്രാവശ്യം അവരെ മേപ്പാടി ഇതേപോലെ നോമ്പ് തുറക്ക് പോയ സമയത്ത് അന്ന് എണ്ണ പലഹാരങ്ങളൊന്നുമില്ല. അത് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ നെയ്ച്ചോറ് ആദ്യമായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അവിടെ ആദ്യമായിട്ട് കാണുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല, നോമ്പ് തുറക്ക് വന്നിട്ട് പത്തിരി പൊറോട്ട ഇങ്ങനത്തെ ഇതൊക്കെ തിന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഒരു 8-9 മണിയാണ് സമയത്ത് ഒരു ഫുഡും കൂടി തരും കേട്ടോ. അപ്പോൾ അതിലാണ് ഇങ്ങനെ നെയ്ച്ചോറ് കൊടുക്കുന്നത് കണ്ടിട്ട്. പിന്നെ എണ്ണപ്പലഹാരത്തിനും ഫ്രൂട്ട്സിനൊക്കെ ബദലായിട്ട് നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൽ തേങ്ങയും പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ ഒരു മധുരം തരലും. പിന്നെ ഒരു ഫ്രൂട്ട്സിന് പകരമായിട്ടായിരിക്കും കേട്ടോ അന്ന് ഞാൻ അങ്ങനെ കണ്ടത് കേട്ടോ. പിന്നെ 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 വരെ അങ്ങനെ വെറൈറ്റി ആയിട്ട് വന്നല്ലോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നൊന്നും അല്ല കേട്ടോ. ഓരോ നാട്ടിലും ഒക്കെ പ്രത്യേകിച്ച് വിഭവങ്ങളൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാക്കും കേട്ടോ. നമുക്ക് പിന്നെ ഇതന്നെ അങ്ങോട്ട് എത്തിപ്പെട്ടാൽ മതി എന്നുള്ളൊരു ആൾക്കാരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ അധികമൊന്നും ഉണ്ടാക്കാറില്ല. അപ്പം മാവ് ഇത്തിരി ബാലൻസ് വന്നപ്പോൾ ഞാൻ 3-4 കഷ്ണം പിന്നെ ഈത്തപ്പഴം ഇതിലിട്ടിട്ട് അതും കൂടി പൊരിച്ചെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പഴംപൊരിയും ഈത്തപ്പഴം പൊരിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ആ എണ്ണയിൽ തന്നെ ഞാൻ 3-4 പപ്പടം കൂടെ പൊരിച്ചെടുത്തു കേട്ടോ. അപ്പോൾ പപ്പടമൊന്നും ആരും അങ്ങനെ തിന്നുന്നേ ഇല്ല. പപ്പടത്തിനോടൊക്കെ ഒരു ഇതുപോലെ കേട്ടോ. എന്നാലും രാത്രി സമയത്ത് ചിലപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പോയി ഉണ്ടാക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാനൊരു 4-5 പൊരിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ പൊറോട്ട ഒന്ന് ചുട്ടെടുക്കണം. മാവ് പിന്നെ ഒരു 2.5 കിലോ പോലെ പൊറോട്ടക്ക് മാവ് കുഴച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ചുട്ട് തീരാതെ ഞാൻ 4 എടുത്ത് വെച്ചതാണ്. നാളെ ചുടാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അത് 4 മാവുണ്ട് കേട്ടോ. അതും കൂടി ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിക്ക് കറി എന്ന് പറഞ്ഞാൽ കുറച്ച് ബീഫിൻ്റെ കറിയും ഉണ്ട്, കുറച്ച് ചിക്കൻ കറിയും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. രാത്രിക്ക് ആണെങ്കിലും അതൊക്കെ തന്നെയാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മാവ് ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒന്ന് മേലെ വന്നിട്ട് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അതാണ് ഇത്ര കളർ ചേഞ്ച് വന്നിട്ടുള്ളത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല സോഫ്റ്റും കാര്യങ്ങളുണ്ട്. പണീൻ്റെ അർജൻറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മാവ് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു എന്നല്ലാണ്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആവില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ഡ്രൈ ആയതാണ്. അപ്പോൾ ഇപ്പോൾ നോമ്പൊക്കെ വരുന്ന നല്ല കൊടും വെയിലിലൊക്കെ നോമ്പ് വരുമ്പോൾ ഇങ്ങനെ പണ്ടൊരു കാര്യം ചെയ്തത് ഓർമ്മ വരും കേട്ടോ. ഞാൻ ചെറുതാകുന്ന വെച്ചാൽ 4-5 ഇനി 4 ഓർമ്മ വരുന്നില്ല കേട്ടോ. ആ ടൈമിൽ നോമ്പ് തുറ ഞങ്ങളെ എളാപ്പൻ്റെ വീട്ടിൽ നോമ്പ് തുറ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നോമ്പ് തുറക്ക് ഞങ്ങൾ 2 മണിയൊക്കെ ആകുന്ന സമയത്ത് ഇങ്ങനെ അവരെ വീട് വയലിൽ നിന്ന് കുറച്ച് മേലെ കരയിട്ട് അങ്ങനെ പോകണം. വയലിൽ കൂടെയാണ് പോകുക കേട്ടോ. അപ്പോൾ നല്ല നട്ടുച്ച സമയം 2 മണി 3 മണി ടൈമിലൊക്കെ നല്ല ഇങ്ങനെ പൊരിഞ്ഞ വെയിലല്ലേ ഇരിക്കും. അപ്പോൾ സമയത്ത് നമുക്ക് നല്ല ദാഹം എടുക്കുന്ന ടൈമല്ലേ. അപ്പോൾ അങ്ങനെ കയറി പോകുമ്പോൾ നോമ്പ് തുറക്കാൻ കയറി പോകുമ്പോൾ വെള്ളം ഇങ്ങനെ ഇങ്ങനെ ഒലിക്കുന്നുണ്ട് കേട്ടോ വയലിൽ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കോരി കുടിച്ചിട്ടാണ് പിന്നെ അങ്ങോട്ട് വീട്ടിലേക്ക് കയറിപ്പോയത് കേട്ടോ. ദാഹത്തിൻ്റെ ഒരു ഇതേ. അപ്പോൾ എല്ലാ പ്രാവശ്യം നോമ്പ് വരുമ്പോഴും ആ കാര്യം ഓർമ്മ വരും കേട്ടോ. പിന്നെ അപ്പോൾ അവിടെ നല്ല പൊറാട്ടയും കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വെള്ളം കുടിച്ചിട്ട് ഇങ്ങോട്ട് കയറി പോകലും എന്താ നോമ്പ് വരുന്ന ടൈമിൽ അതിൻ്റെ ഓർമ്മ വരും കേട്ടോ. ഇങ്ങനെ ചെയ്തത് എത്ര ചെറുപ്പത്തിൽ ചെയ്ത സംഭവമാണ്. എന്നാലും നമുക്ക് ദാഹവും വെയിലൊക്കെ വരുന്ന സമയത്ത് നല്ല ഓർമ്മ വരും ഇതൊക്കെ. അപ്പോൾ അങ്ങനെ പൊറോട്ട ചുടലൊക്കെ കഴിഞ്ഞു കേട്ടോ. പഴംപൊരിയും ഈത്തപ്പഴം പിന്നെ പപ്പാളി കുരങ്ങ് കൊണ്ടതിൻ്റെ ബാക്കിയൊരു പപ്പാളി ഉണ്ടായിരുന്നു, അതൊക്കെ മുറിച്ച് വത്തക്കയും മുറിച്ചിട്ടുണ്ട് കേട്ടോ. വത്തക്കയൊക്കെ മോനോട് മുറിച്ച് സെറ്റാക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് ഞാനും മോളും തെറ്റിയിരിക്കുകയാണ് കേട്ടോ. എന്തോ കാര്യം പറഞ്ഞ് ഞങ്ങൾ തെറ്റി. പിന്നെ പറഞ്ഞു
വയ്യെങ്കിലും ഞാൻ തന്നെ ചെയ്തോളാന്ന് ഒരു വാശിക്ക് ഞാൻ തന്നെ ചെയ്തോട്ടോ. ഒരു പണി അവനോട് പറഞ്ഞില്ല കേട്ടോ. ചെയ്യാൻ വന്നപ്പോഴും ഞാൻ ചെയ്തുകൊണ്ട് പൊയ്ക്കോ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വെച്ചു കേട്ടോ. അപ്പം ബാക്കി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഓളോട് എന്നാലും ഞാൻ പറഞ്ഞില്ല, മോനെ കൊണ്ട് ചെയ്യിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.